പുരുഷ കമ്മീഷൻ ഫോം ചെയ്തിട്ടേ അടങ്ങൂ എന്ന നിലയിലാണ് രാഹുൽ ഈശ്വർ ടീമും. അതിനിടയ്ക്ക് ഇപ്പോൾ ഹണി റോസ് രാഹുൽ ഈശ്വറിന് അടുത്ത പണി കൊടുത്തിട്ടുണ്ട്. അടുത്ത പരാതിയുമായിട്ട് ഹണി റോസ് രംഗത്ത് വന്നിരിക്കുകയാണ്. പിന്തുടർന്ന് അധിക്ഷേപിക്കുന്നു എന്നാണ് പുള്ളിക്കാരി പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിരിക്കുന്നത്. പോലീസ് കേസും എടുത്തിട്ടുണ്ട്. അറിഞ്ഞോ? അറിഞ്ഞായിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം എല്ലാവരും ഒന്ന് നിർത്തി എന്നൊക്കെ വിചാരിച്ചതാ. കൊലപാതക പരമ്പരകളൊന്നും നിർത്തി. രാഹുൽ ഈശ്വർ പുരുഷ കമ്മീഷൻ വേണമെന്ന് ഉറച്ച നിലപാടുമായിട്ട് അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകളും അതിനുവേണ്ടിയുള്ള നീക്കങ്ങളും ഒക്കെ പോകുന്നതിന്റെ ഇടയിലാണ് വീണ്ടും ഹണി റോസ് രംഗത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് നിരന്തരമായി പിന്തുടർന്ന് അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ നൽകുന്ന ചർച്ചകളിലും ചാനൽ ചർച്ചകളിലും അതുപോലെ സമൂഹ മാധ്യമങ്ങളിലെ പോസ്റ്റുകളിലും ഒക്കെ നിരന്തരമായി സ്ത്രീത്വത്തെ അപമാനിക്കുന്നു എന്ന രീതിയിലുള്ള പരാതിയാണ് ഇപ്പോൾ ഹണി റോസ് പോലീസിൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കി പത്രമായിട്ട് രാഹുൽ ഈശ്വർ കുറേ പ്രതികരണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഹണി റോസിന് മൂഡ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് പരാതി നൽകി കളിക്കാനുള്ളതാണോ, ഹണി റോസിന്റെ മൂഡിനനുസരിച്ചാണോ എനിക്കെതിരെ പരാതി കൊടുക്കുന്നത് എന്ന് തുടങ്ങി പലതരത്തിലുള്ള വിമർശനങ്ങളും കാര്യങ്ങളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. എന്ത് തന്നെ ആയാലും രാഹുൽ ഈശ്വറിനോട് എതിർക്കുന്നവരും യോജിക്കുന്നവരും ഉണ്ട്. ഒരു കാര്യം ചോദിക്കാനുള്ളത്, രാഹുൽ ഈശ്വറിന്റെ എക്സ്പ്ലനേഷനിൽ പറയുന്നത് താൻ അപമാനിച്ചിട്ടില്ല അല്ലെങ്കിൽ അധിക്ഷേപിച്ചിട്ടില്ല, ഒരു ഉപദേശം മാത്രമാണ്, ഒരു സജഷൻ മാത്രമാണ് നൽകിയതെന്നാണ് വസ്ത്രധാരണത്തെ പറ്റി. ഒരു പോയിന്റിൽ രാഹുൽ ഈശ്വറിന് അതിൻ്റെ ആവശ്യമുണ്ടോ എന്നും ചിന്തിക്കാൻ, മറ്റൊരു പോയിന്റിൽ അത്രയല്ലേ പറഞ്ഞുള്ളൂ എന്നും ചിന്തിക്കാൻ. നമുക്കിപ്പോൾ ആരുടെയും പക്ഷം പറയാനില്ല, അല്ലേ ശാരിക? ഇപ്പോൾ എന്തായാലും പുരുഷ കമ്മീഷൻ ഏറെക്കുറെ നടക്കുന്ന ഒരു രീതിയിലാണ് പോകുന്നത്. നമ്മളതിനെ പിന്തുണയ്ക്കുന്നുമുണ്ട്. നമുക്കതിനകത്ത് യാതൊരു എതിർപ്പുമില്ല. ഇപ്പം നിലവിലുള്ള കാര്യങ്ങളുടെ മൊത്തത്തിലുള്ള ഇവിടുത്തെ ഒരു കേരളത്തിലെ പോക്ക് കണ്ടിട്ട് തുല്യത എന്ന് പറയുന്നത് ഘോരഘോരമായി പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ പറയപ്പെടുന്ന സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകൾക്ക് തുല്യത നേടിക്കൊടുക്കാൻ നിൽക്കുന്നവർ പുരുഷന്മാർക്കും അതേ തുല്യത എന്ന് പറയുമ്പോൾ സമം എന്നാണല്ലോ, അല്ലെങ്കിൽ ഈക്വൽ അല്ലെങ്കിൽ ഈക്വാലിറ്റി എന്നാണല്ലോ. അപ്പോൾ രണ്ടുപേർക്കും അത് ഒരുപോലെ തന്നെ ലഭ്യമാകണം. വനിതാ കമ്മീഷൻ മാത്രമല്ല, പുരുഷ കമ്മീഷനും വരട്ടെ. തെറ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യം ആർക്കും ഇല്ല. അത് സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും തെറ്റ് ചെയ്യുന്നവർ പേടിക്കട്ടെ, ഇരു കൂട്ടരും ശിക്ഷിക്കപ്പെടട്ടെ. അപ്പോൾ എന്ത് തന്നെയായാലും ഇപ്പോൾ ഈ ഒരു പരാതിയായിട്ട് മുന്നോട്ട് പോകുമ്പോൾ രാഹുൽ ഈശ്വർ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സ്വയം ഒരു അഡ്വക്കേറ്റ് ആയതുകൊണ്ട് തന്നെ താൻ തന്നെ വാദിക്കും, മറ്റൊരാളുടെയും പുറകെ പോയില്ല, മറ്റൊരാൾക്ക് കാശ് കൊടുക്കാനില്ല എന്നുള്ള സ്ഥിരം ഡയലോഗുകളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കാര്യത്തിൽ എന്താണ് നമുക്ക് കൂടുതലായിട്ട് പറയാനുള്ളത്? ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്കാരൻ കുറച്ച് നാളുകളായിട്ട് ഈ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ വേണം, അത് പുള്ളി എന്തെങ്കിലും ഒരു കച്ചിത്തുരുമ്പ് കയറി പിടിക്കാനിരിക്കുന്ന മട്ടിലാണ് പുള്ളി ഓരോ കാര്യങ്ങളും ചെയ്തു വെച്ചിരിക്കുന്നത്. പിന്നെ പുള്ളി ഒരു സ്ഥലം ഉപദേശകനായി മാറിയിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കാണുന്നത്. നമ്മളിപ്പോൾ വേറൊന്നുമല്ല, ഇപ്പോൾ പുറകെ നടന്ന് അധിക്ഷേപിക്കുന്നു പറഞ്ഞ് ഹണി റോസ് പരാതിപ്പെട്ടെന്ന് പറഞ്ഞില്ല. അതിൽ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി പറയുന്ന കാര്യം, ഞാനൊന്നും അധിക്ഷേപകരമായ വാക്കുകളൊന്നും തന്നെ ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഉപയോഗിച്ചത് ഹണി റോസിന് ഉപദേശിക്കുക, വസ്ത്രധാരണത്തിൽ ഉപദേശിക്കുക മാത്രമാണ് ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത്. സത്യത്തിൽ പുരുഷ കമ്മീഷനൊക്കെ നല്ലത് തന്നെ, പക്ഷേ അത് പുരുഷന്റെ ഉന്നമനത്തിന് പോരെ. പക്ഷെ രാഹുൽ ഈശ്വർ ചെയ്യുന്നതിന്റെ കാര്യം എന്ന് വെച്ചാൽ, എന്തിനാണ് ഇയാൾ ഇങ്ങനെയുള്ള സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളെ ഇയാൾ വസ്ത്രധാരണത്തിൽ ഉപദേശിക്കാൻ ഇയാൾ ആരുവാ? അതിന്റെ ആവശ്യമില്ല. കാരണം ഹണി റോസ് നിരന്തരം അല്ലെങ്കിൽ ഇതിനു മുൻപും പറഞ്ഞിട്ടുണ്ട്, തന്റെ വസ്ത്രധാരണത്തെ പറ്റി മറ്റൊരാൾ പറയുന്നതോ അല്ലെങ്കിൽ സംസാരിക്കുന്നതോ ഉപദേശം കൊടുക്കുന്നതോ സജഷൻ പറയുന്നതോ ഒന്നും പുള്ളിക്കാരിക്ക് ഇഷ്ടമല്ല എന്നുള്ളത് പരസ്യമായി പുള്ളിക്കാരി തുറന്ന് സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും വീണ്ടും അത്തരത്തിലുള്ള പരാമർശങ്ങൾ പിന്നീട് നടക്കുന്ന ചാനൽ ചർച്ചകളിലും അല്ലെങ്കിൽ ആവശ്യമില്ല. അത് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല എന്നുള്ളത് മുൻപ് തന്നെ അവര് വെളിപ്പെടുത്തിയിട്ടുള്ള മാത്രമല്ല, കമാൽ പാഷ അദ്ദേഹം സാറ് ഇപ്പൊ പറഞ്ഞ റിട്ടയർഡ് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഷാരോൺ വധക്കേസിൽ. അദ്ദേഹം പറയുന്നത് ഗ്രീഷ്മയെ ഈ കോർണർ ചെയ്തു, ഗ്രീഷ്മയ്ക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ഷാരോൺ മാത്രമല്ല, ഷാരോൺ മരിച്ചുപോയതുകൊണ്ട് മാത്രമാണ് ഇത്രയധികം സിമ്പതിയും കാര്യങ്ങളും, മറിച്ച് അദ്ദേഹം കുറച്ച് ഭാഗം ഗ്രീഷ്മയുടെ കുറച്ച് ഭാഗങ്ങൾ അയച്ചു. സ്വാഭാവികമായിട്ടും കമാൽ പാഷ എന്ന് പറയുന്ന ഒരു ജഡ്ജായിരുന്നു. അദ്ദേഹം ഒരു കോർട്ടിന്റെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ന്യായാധിപനായിട്ട് വർക്ക് ചെയ്തിരുന്ന വ്യക്തിയാണ്. സ്വാഭാവികമായിട്ടും രണ്ട് ഭാഗത്തു നിന്നും ചിന്തിക്കണം. ഈ പറയുന്ന പോലെ ഷാരോൺ മാത്രം വിചാരിച്ചുകൊണ്ടല്ല ഷാരോൺ മരണപ്പെട്ടത്, ഗ്രീഷ്മ മാത്രം വിചാരിച്ചുകൊണ്ടല്ല ഗ്രീഷ്മ മരണപ്പെട്ടത്, ഷാരോണും അതിനകത്ത് പങ്കാളി തന്നെയാണ്. കാരണം അവൻ്റെതായിട്ടുള്ള ചിന്തയില്ലായ്മ കൊണ്ട് അവൻ ആ മരണത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു. ഗ്രീഷ്മ ഗുണ്ടകളെ കൊണ്ട് തല്ലിക്കുകയോ തട്ടിക്കൊണ്ടു പോവുകയോ തടങ്കിൽ പാർപ്പിക്കുകയോ ബന്ദിയാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഷാരോണിന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഷാരോൺ പോവുകയും അവളുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയും പലവട്ടം വിവാഹമൊക്കെ കഴിക്കുകയൊക്കെ ചെയ്തു. ഒടുവിൽ ഗ്രീഷ്മയ്ക്ക് തോന്നി ഇത് സെറ്റാവത്തില്ല എന്ന് തോന്നിയപ്പോൾ ഗ്രീഷ്മ പറഞ്ഞു ഒഴിഞ്ഞു പോണോന്ന് പറഞ്ഞു. ആ ഒരു ഞാൻ കമാൽ പാഷ പറഞ്ഞതാണ് പറയുന്നത്, നോ എന്ന് പറഞ്ഞതിനെ അവൾ ഇത്തിരി കടുപ്പിച്ചു പറഞ്ഞു. അത് അക്സെപ്റ്റ് ചെയ്തില്ല എന്നത് ഷാരോൺ മരണകാരണമായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ പറയുന്ന അവളൊരു ബോൺ ക്രിമിനൽ ആണെന്ന് നമുക്ക് എങ്ങനെയാ പറയാൻ സാധിക്കുക? ഇപ്പോൾ
ഈ രാഹുൽ ഈശ്വർ ഘോരം ഈ ഷാരോണിനൊപ്പം നിൽക്കുകയും പേര് പോലും കൃത്യമായിട്ട് ഈ ചാരൻ എന്നാണ് ഈ ഈശ്വർ ഇരുന്നോട് പറയുന്നത്. രാഹുൽ ഈശ്വർ ഈ രാഹുലിന്റെ പേര് നമ്മൾ രീഹിൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെടുവോ? അപ്പൊ പിന്നെ ഈ ഷാരൻ ആദ്യം വ്യക്തമായിട്ട് ആ പറഞ്ഞ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ മരണപ്പെട്ട കുട്ടിയുടെ പേരൊന്ന് ഒരു തവണയല്ല പല തവണ കേൾക്കുന്നവർക്ക് എത്ര ഇറിറ്റേഷൻ ആണല്ലേ ഈ മനുഷ്യൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഈ ചാരൻ എന്ന് പറയുമ്പോൾ എന്തുവാ അയാൾക്ക് എല്ലാം അറിയാവുന്ന ഒരു ഭാവമാണ് ഈ രാഹുൽ ഈശ്വറിന്. അത് സമ്മതിച്ചു, അയാൾ അറിവുണ്ട്, അയാളൊരു ചെറിയ വിജ്ഞാന കോശമാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അയാളത് പറഞ്ഞ് വെക്കുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് എല്ലാം ഒന്നും അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. ഇപ്പൊ ഈ ഷാരോണിന്റെ കേസ് അയാൾ പറയുമ്പോഴും അയാൾ പറയുന്നത് ഗ്രീഷ്മയെ അയാൾ തിരിച്ചു വയ്ക്കുന്ന ചോദ്യം തിരിച്ച് ഷാരോൺ ആണ് ഇത് ചെയ്തതെങ്കിൽ ഇങ്ങനെ കമാൽ പാഷ സർ പറയുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. ഇപ്പൊ ഗ്രീഷ്മ അതൊരു സ്ത്രീ ആയതുകൊണ്ടല്ലേ എന്ന് അവിടെ കോർണർ ചെയ്യാൻ ശ്രമിക്കുന്നത് ശരിക്കും രാഹുൽ ഈശ്വറാണ്. അദ്ദേഹം ഒരു ഈ പറയുന്ന പോലെ കമാൽ പാഷ സർ ഒരിക്കലും പറഞ്ഞത് അതൊരു പെണ്ണോ ആണോ എന്ന നിലയിലല്ല, അവിടെ നിൽക്കുന്ന അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തി, അവര് ലേഡിയായിട്ട് അദ്ദേഹം പറയുന്നില്ല. അദ്ദേഹം പറയുന്നത് ഗ്രീഷ്മയെ സംബന്ധിച്ചിടത്തോളം ഗ്രീഷ്മ ഇന്റലിജന്റ് ആണ്, എഡ്യൂക്കേറ്റഡ് ആണ്, ഒരു നല്ല ഫാമിലിയിൽ നിന്ന് വരുന്നതാണ്, അവർ നോട്ട് എ ബോൺ ക്രിമിനൽ, അവർക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് നേരത്തെ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയും പിന്നെ പ്ലാൻ ചെയ്തു എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും പല വട്ടമായിട്ട് ഷാരോൺ അവരെ ത്രട്ടൺ ചെയ്യുകയാണ്, നീ എന്നെ വിവാഹം കഴിച്ചേ പറ്റൂ, അല്ലെങ്കിൽ ബന്ധം തുടർന്നേ പറ്റൂ, അല്ലെങ്കിൽ നിന്റെ നഗ്ന ചിത്രങ്ങൾ ഞാൻ പോൺ സൈറ്റിൽ പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിൽക്കക്കളില്ലാതെ വന്നപ്പോൾ അവൾക്കത് ചെയ്യേണ്ടി വന്നു. അതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യല. അതേ കമാൽ പാഷ സാർ പറഞ്ഞോളൂ, അതിന് രാഹുൽ ഈശ്വർ പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യം എന്താണ്? അതിന്റെ കൂടെ പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ നിലവിൽ ഒരുപാട് ചലച്ചിത്ര രംഗത്തുള്ള ആണുങ്ങൾ അവര് പീഡന പരാതികളൊക്കെ നേരിടുന്നുണ്ട്. അപ്പോൾ ഇതിൽ പലരുമായിട്ടും വ്യക്തിപരമായി അറിയുന്നത് കൊണ്ട് തന്നെ രാഹുൽ ഈശ്വർ സംസാരിക്കാനിടയായി. അവര് ഈ പരാതിയിൽ പറയുന്ന കാര്യങ്ങളൊന്നും സത്യമല്ല. രാഹുൽ ഈശ്വർ ചോദിച്ചു പോലും, എന്നാൽ ഈ സത്യമായ കാര്യം, ആ കാര്യം എന്താണെന്ന് മെൻഷൻ ചെയ്തതിന് ശേഷം ആ കാര്യം നിങ്ങൾക്ക് തുറന്നു പറഞ്ഞുകൂടെ? ഇല്ല, ഈ പ്രതികൾക്ക് അല്ലെങ്കിൽ പ്രതിയായി ചുമത്തപ്പെട്ടവർക്ക് പേടിയാണ്. അതായത് പുരുഷന്മാർക്ക് സത്യം പറയാൻ പോലും പേടിയാണ് ഇപ്പോൾ എന്നാണ് രാഹുൽ ഈശ്വർ ഉന്നയിക്കുന്ന ഒരു കാര്യം. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നിവിൻ പോളി പുരുഷനല്ലേ? അതെ, നിവിൻ പോളി പുരുഷനാണല്ലോ. അയാൾക്കെതിരെ ഒരു കള്ള അലിഗേഷൻസ് വന്ന ഒരു വക്കീലിന്റെ ഒരു കോപ്പിന്റെ സഹായമില്ലാതെ അദ്ദേഹം ഒരു 30 മിനിറ്റ്സിനുള്ളിൽ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചു കൂട്ടുകയും ഞാനൊരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ഘോരം കണ്ണുകളിൽ, അതാണ് പുരുഷൻ, അങ്ങനെ ആവണം പുരുഷൻ. അദ്ദേഹത്തെയൊക്കെ വല്ല പുരുഷ കമ്മീഷന്റെ ഒക്കെ മേളിക്കൊണ്ടിരുത്തിയാൽ അന്തസ്. ഈ രാഹുൽ ഈശ്വറൊക്കെ എന്തുവാണ് ചുമ്മാ കടന്നിട്ട് അങ്ങോട്ട് ഘോരം പറയും. ഈ സിദ്ദിഖിന്റെ കേസിനെ കുറിച്ച് പറഞ്ഞു, അല്ലെങ്കിൽ മുകേഷിന്റെ കേസിനെ കുറിച്ച് പറഞ്ഞു. ഈ പറയുന്ന കേസുകളിൽ അറിയാം ഈ ഇരയായിട്ട് വന്ന അതിജീവിതയായിട്ട് വന്ന വ്യക്തിക്ക് ഇവന്മാർ ഇഷ്ടം പോലെ പൈസ എറിഞ്ഞു കൊടുത്തിട്ടുണ്ടാവുന്ന കാര്യത്തിൽ തന്നെ പലർക്കും സംശയമുണ്ട്. അതുകൊണ്ടാണ് അവരാ ചിലപ്പോൾ ഒരു ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം, സാമ്പത്തിക സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ തെളിവ് സഹിതം കൊണ്ടുവന്നൊരു കേസ് ഇപ്പൊ ആരും മിണ്ടുന്നില്ല, മൂടപ്പെട്ടിരിക്കുന്നു പെട്ടെന്ന്. അതുകൊണ്ട് തന്നെ ഭാഗത്ത് തെറ്റില്ല, പിന്നെ എന്തിനാണ് തലതാഴ്ത്തി നടത്തേണ്ട ആവശ്യമില്ല. ഞാൻ ചോദിക്കട്ടെ, രാഹുൽ ഈശ്വർ പറഞ്ഞല്ലോ സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടില്ല, സിദ്ദിഖ് എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല? സിദ്ദിഖ് മുകേഷ് എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല? ജയസൂര്യ എന്തുകൊണ്ട് പത്രസമ്മേളനം നടത്തിയില്ല? ഖമ എന്നൊരു അക്ഷരം മിണ്ടുന്നില്ലല്ലോ. എന്തുകൊണ്ട് ഈ പറഞ്ഞ കുട്ടികൾ ചെയ്തെന്ന കേസ് പറയുന്ന അവനെ പോക്സോ കേസിൽ പെടുത്തിയാന്ന് പറയുന്നത് എന്തുകൊണ്ട്? തന്റെ ഞാനത് ചോദിക്കട്ടെ, അത് കേസ് അവിടെ നമ്മുടെ നാട്ടിലെ നിയമത്തിന് ആണെന്നോ പെണ്ണെന്നോ ഇല്ല. പെണ്ണിന് പ്രത്യേക വധശിക്ഷയുണ്ടോ? ആണിന് പ്രത്യേക വധശിക്ഷ ഇല്ല. നിയമം എല്ലാവർക്കും ഒരുപോലെയാണ്. വേറെ എക്സാമ്പിൾ ഒന്നും പോകണം. ഇപ്പൊ രാഹുൽ ഈശ്വറിന്റെ കേസ് തന്നെ എടുക്കാം. അദ്ദേഹമാണല്ലോ ഇതെല്ലാം പറയുന്നത്. ഇപ്പോൾ ഹണി റോസ് പരാതി കൊടുക്കുന്നു എന്ന് പറയുന്നു. രാഹുൽ ഈശ്വർ ഒരു വക്കീലിന്റെ സഹായം ഇല്ലാതെ അല്ലെങ്കിൽ മറ്റൊരാളുടെയും സഹായം ഇല്ലാതെ സ്വന്തം അഭിപ്രായത്തിലല്ലേ വന്ന് പറയുന്നത്. ഞാൻ ആ രീതിയിൽ അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ് പറയാൻ പറ്റുന്നത്? പുള്ളിക്ക് വ്യക്തമായ ധാരണ ഉണ്ട്, ഞാൻ അധിക്ഷേപിച്ചിട്ടില്ല. പുള്ളി പറയുന്നത് ശരിയാണ്, അധിക്ഷേപമില്ല. ഇല്ല, പുള്ളി പറയുന്നതിനകത്ത് എല്ലാം ബഹുമാനാർത്ഥമുള്ള വാക്കുകൾ ചേർത്ത് തന്നെയാണ് സംസാരിക്കുന്നത്. തെറി വിളിച്ചിട്ട് അതിൽ കുറെ ബഹുമാനം അങ്ങ് കോരിയിട്ട അതങ്ങോട്ട് കുറ്റമല്ലാതായി മാറുമോ? അത് അവരുടെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ബോച്ചയുമായിട്ടുള്ള വിഷയം കഴിഞ്ഞു, അദ്ദേഹം അറസ്റ്റിലായി, അദ്ദേഹം പുറത്തിറങ്ങി, ആ വിഷയങ്ങൾ പലരും അവസാനിപ്പിച്ചു. അവർ മര്യാദയ്ക്ക് അവരുടെ പണി ചെയ്ത് മുന്നോട്ട് പോകുന്നു. പല സ്ഥലങ്ങളിലും ഇനാഗുറേഷൻ തകൃതിയായിട്ട് നടക്കുന്നു. ഇതെല്ലാം ചെയ്ത് അവർ ഇവരെ കുറിച്ച് ആരെയും ഒന്നും പറയുന്നില്ലല്ലോ. അത് അത് എന്തുകൊണ്ടാണ് ഈ രാഹുൽ ഈശ്വരൻ ടീമും ചിന്തിക്കാത്തത്? അവർ ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുകയോ ബോച്ചയെ അങ്ങോട്ട് അറ്റാക്ക് ചെയ്യുകയോ, ഈ പറയുന്ന ഒരു പുരുഷ സമൂഹത്തെയും ഒരു സ്ത്രീയും ഇതുപോലെ പത്രസമ്മേളനം നടത്തിയിരുന്ന് അറ്റാക്ക് ചെയ്യുന്നില്ല. ഇവൻ ബി ഉണ്ണികൃഷ്ണന്റെ കാര്യത്തിൽ, ഇവൻ ഫെഫ്കയുടെ കേസിൽ പോലും ഈ പറയുന്ന നമ്മുടെ വനിതാ പ്രൊഡ്യൂസർ വന്ന് പറയുന്നത് അവരെ അപമാനിച്ചു. ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്നതിൽ നോട്ടവും സംസാരവും കാര്യങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ വർക്കുകൾ ഇല്ലാതാക്കുകയും അവരെ ഫെഫ്കയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തപ്പോഴാണ് അവര് ബി ഉണ്ണികൃഷ്ണനെതിരെ പ്രതികരിച്ചത്. ഈ പറയുന്ന ഒരു പ്രൊഡ്യൂസറോ ഒരു വനിതയോ ഒന്നും തന്നെ അങ്ങോട്ട് കയറി ആർക്കും എതിരെ പരാതി കൊടുത്തിട്ടില്ല. ഇപ്പോഴും ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പേരിൽ പല നടന്മാരുടെയും പേരുകൾ പുറത്തു വരാനുണ്ട്. പല പ്രമുഖ നടിമാരും പീഡനത്തിനിരയായിട്ടുണ്ട്. എന്തിന്? നമ്മുടെ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച പെൺകുട്ടി സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ഒരുത്തനുമായിട്ടാണ് അതിക്രൂര പീഡനങ്ങൾക്ക് വിധേയരായത്. അവർ ഇന്ന് സൈക്കാട്രിസ്റ്റ് ആണ് US-ൽ. അവരൊരിക്കലും നാട്ടിലേക്ക് പോലും വരാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ അവരുടെ വീഡിയോ കണ്ടത് ഡയറക്റ്റ് വന്ന് അവരതിനകത്ത് സംസാരിച്ചിരുന്ന ഒരു കാര്യമാണത്.
നമ്മൾ ചിന്തിച്ചിരുന്നു അന്ന് അവർ അഭിനയിക്കുമ്പോൾ എന്തെല്ലാം പീഡനങ്ങൾ സഹിച്ചിട്ടാണ് ആ പാട്ട് നമ്മുടെ എനിക്കൊന്ന് മലയാളത്തിന്റെ അവസാനം വരെ അതുണ്ടാവും. പലപ്പുഴ ഉണ്ണിക്കണ്ണനോട് എന്ന് പറഞ്ഞ അദ്വൈതത്തിലെ പാട്ട് ജയറാമിന്റെ പേരായിട്ട് അഭിനയിച്ചത്. അന്ന് അവർ പറഞ്ഞത് അതിൽ അഭിനയിച്ച ആ പ്രൊഡ്യൂസറും അല്ലെങ്കിൽ ആ സംവിധായകനും ഭാര്യയും മകളായിട്ട് കൊണ്ടുനടന്നു. അവസാനം കൊടും പീഡനങ്ങൾക്ക് ഇരയാക്കിയിട്ടാണ് അവരെ അതിന് അങ്ങനെ പല നടിമാരും ഈ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ട് പീഡനം കാരണം. പല നടിമാരും ഇന്നും ഇവിടെ ജീവിക്കുന്നു. എന്തുകൊണ്ട്? മിക്കവരും വിളിച്ചോടനെ ഇപ്പൊ തന്നെ ഇപ്പൊ സാന്ദ്ര തോമസ് തന്നെ പറഞ്ഞു, നീ പരാതി കൊടുക്കരുത്, പരാതി കൊടുത്തു കഴിഞ്ഞാൽ നിന്റെ ചാൻസ് നഷ്ടപ്പെടും, നിനക്ക് സിനിമകൾ കിട്ടില്ല, നീ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടും അവർ ധൈര്യപൂർവ്വം ഇത് ചെയ്തു. ഹണി റോസിനെ അറിയാം, ഹണി റോസിന് ചിലപ്പോൾ ഇനാഗുറേഷൻ ചിലപ്പോൾ കിട്ടില്ല, പടങ്ങൾ പിന്നെ അവർ പണ്ടേ ഇപ്പൊ കുറെ കാലമായിട്ട് വളരെ കുറച്ച് പടങ്ങളാണ് ചെയ്യുന്നത്. എന്നിട്ടും അവർ തണ്ടലുള്ള സ്ത്രീയെ പോലെ അവർ പരാതി കൊടുത്തു. ബോച്ചയെ പോലെ ഒരു വ്യാപാരി അല്ലെങ്കിൽ ഒരു എന്താ ബിസിനസ് ടൈക്കൂണിനെതിരെയാണ്. ഒരു പക്ഷേ മോഹൻലാലിനെക്കാളും മമ്മൂട്ടിയെക്കാളും ഒക്കെ റിച്ച് ആൻഡ് റിച്ചസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയിലേക്ക് വെച്ച ഏറ്റവും വലിയ കോടീശ്വരന്മാരിൽ ഒരാളാണ് ഈ ബോച്ച എന്ന് പറയുന്നത്. എന്നിട്ടും പേടിയില്ലാതെ അവർ ചെയ്തെങ്കിൽ അവർ തണ്ടുള്ള ഒരു സ്ത്രീയാണ്, അവർക്ക് മറയ്ക്കാനൊന്നുമില്ല. പിന്നെ രാഹുൽ ഈശ്വരൻ എന്തിനാണ് ഇങ്ങനെ കിടന്ന് പ്രസംഗിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. ഈ പറയുന്ന പോലെ പുരുഷ കമ്മീഷൻ വേണ്ടെന്ന് ഇവിടെ ആരും പറയുന്നില്ല. പക്ഷെ പുരുഷ കമ്മീഷൻ ഇങ്ങനെ രാഹുലിനെ പോലെയുള്ള ആൾക്കാരല്ല ക്രിയേറ്റ് ചെയ്യേണ്ടത്. നല്ല അന്തസ്സുള്ള, നല്ല വൃത്തിയായിട്ട് സംസാരിക്കാവുന്ന, മുഖം നോക്കാൻ നടപടിയെടുക്കുന്ന ഏതെങ്കിലും നല്ല ബോധമുള്ള പുരുഷനെ കൊണ്ട് പുരുഷ കമ്മീഷന്റെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാരെ ഭാരവാഹികളായിട്ട് ഇരുത്തുക. അല്ലാതെ ഫെഫ്കയും ആക്ടയും അമ്മയും പോലുള്ള അവിടെ പവർ ടീമിനെ കൊണ്ടല്ല ഈ പറയപ്പെടുന്ന സാധനങ്ങളൊന്നും ക്രിയേറ്റ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അസോസിയേഷൻ ഒന്നും ഉണ്ടാക്കേണ്ടതെന്ന് രാഹുൽ ഈശ്വർ ദയവായി മനസ്സിലാക്കുക. അതോടൊപ്പം സ്ത്രീകളെ ബഹുമാന പുരസ്കാരം എന്തു പറഞ്ഞാലും അത് അധിക്ഷേപം. ഇപ്പൊ ഈ പറഞ്ഞ നിന്റെ അമ്മ അശ്ലീലമേ അല്ല, 16 അടിയന്തരം അശ്ലീലമേ. എനിക്ക് സത്യത്തിൽ രാഹുൽ ഈശ്വർ ഇത് പറയുമ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. എന്തു പറഞ്ഞാലും ബഹുമാന പുരസ്കാരം. ഇയാൾ ആരുവ എല്ലാവർക്കും ഉപദേശം കൊടുക്കാനുണ്ട് കേരള ഉപദേശിയുടെ പിന്നെ ചെയർമാൻ. അതുകൊണ്ട് അതാണ് അയാളുടെ ധാരണ അങ്ങനെയാണ്. എല്ലാരെയും വസ്ത്രധാരണത്തിൽ ഞാൻ ഉപദേശിച്ചതേ ഉള്ളൂ. ഉപദേശിക്കാൻ ഇയാളുടെ വീട്ടിലുള്ള സ്ത്രീകളെ ഇയാൾ ഉപദേശിക്കൂ. എന്തിനാണ് ഇയാൾ ഹണി റോസിനെ പോലുള്ള ചരിത്ര താരങ്ങളുടെ പുറകെയും മോഡൽസിന്റെ പുറകെയൊക്കെ പോകുന്നത്? അവർക്ക് അവരുടേതായ രീതികളുണ്ട്, അവരവരുടെ പാട്ടിന് വിടൂ. പിന്നെ ഈ പറയുന്ന കാര്യത്തിൽ ഒരു കാര്യം രാഹുൽ ഈശ്വരനോടൊപ്പം നിൽക്കുന്നു, തീർച്ചയായിട്ടും പുരുഷ കമ്മീഷൻ വരേണ്ടതാണ്. പക്ഷെ അത് കുറച്ചുകൂടെ ബോധവും കുറച്ചുകൂടെയൊക്കെ എന്താ പറയുക ഈ കുറച്ചുകൂടെയൊക്കെ വിപുലമായി ചിന്തിക്കുകയും വിശാലമായ മനസ്കതയുള്ള ഉള്ളിൽ സംഗീതവും പുറത്ത് ഈ പറയപ്പെടുന്ന വിശാലതയും കാണിക്കുന്നവരെ അല്ല, മറിച്ച് ഉള്ളിൽ വിശാലതയും ഉള്ളിലും ഒരേ വിശാലത കീപ്പ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഈ പറയുന്ന വനിതാ കമ്മീഷനിലായാലും പുരുഷ കമ്മീഷനിലായാലും വേണ്ടതെന്ന് പറയുന്നു.